നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25. അങ്ങനെ നമ്മൾ ഈ മാസത്തിലെ അവസാന ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. ഈ ആഴ്ചയിൽ ആകെ 4 ട്രേഡിംഗ് സെഷനുകൾ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുകയുമുള്ളൂ. വരുന്ന വ്യാഴാഴ്ച ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്, 28-ാം തീയതി. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ടിരുന്നു, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പീസ് ഡീലിനെ സംബന്ധിച്ച് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഫൈനലായിട്ടുള്ള ഒരു അഗ്രിമെന്റിലേക്കുള്ള സൂചനകൾ ലഭിക്കുകയുമുണ്ടായി. എങ്കിലും അന്തിമ കരാറിന് ദിവസങ്ങൾ എടുത്തേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. മാത്രമല്ല ഇറാനുമായിട്ടുള്ള നെഗോസിയേഷൻ വലിയ തോതിൽ നടക്കുന്ന സാഹചര്യത്തിൽ കരാറിലേക്ക് എത്തിച്ചേരാനുള്ള തിടുക്കം US നടത്തുന്നില്ലെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ തയ്യാറായതോടുകൂടിയിട്ടാണ് സമാധാന കരാറിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തെളിഞ്ഞതും. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായിട്ടുള്ള പീസ് ഡീൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളോടും എബ്രാഹാം അക്കോർഡ്സിൽ പങ്കുചേരണമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഇന്ത്യയിൽ നിന്നും ഒക്ടോബർ 2026 വരെ ഷുഗറിന്റെ എക്സ്പോർട്ട് നിർത്തിവെച്ചിരുന്നു. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US-ലേക്ക് 8606 ടൺ ഷുഗറിന്റെ കയറ്റുമതിക്കുള്ള ക്ലിയറൻസ് സെൻട്രൽ ഗവൺമെന്റ് നൽകുകയും ചെയ്തു. ഇന്നലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ ശ്രീ രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു, വരുന്ന 25 മുതൽ 30 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്ന്. ഈ ഒരു പ്രഖ്യാപനം വന്നതിനാൽ തന്നെ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലുള്ള സ്റ്റോക്കുകൾ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആദിത്യ ബിർള ഫാഷൻസ് ആൻഡ് റീറ്റെയിൽ, അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി, ആഫീസ് സ്പേസ് സൊല്യൂഷൻസ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പേസ് ഡിജിടെക്, പൈൻ ലാബ്സ്, ഹിറ്റാച്ചി എനർജി ഇന്ത്യ, RVNL, സൂസ്ലോൺ എനർജി, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. വരുന്ന ജൂൺ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഗ്ലോബൽ ഇൻഡെക്സ് പ്രൊവൈഡർ ആയിട്ടുള്ള FTSE, ടാറ്റ ക്യാപിറ്റൽ, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, LG ഇലക്ട്രോണിക്സ്, മീഷോ, ICIC പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ്, ഗുരോ തുടങ്ങിയ സ്റ്റോക്കുകളെ FTSE ഓൾ വേൾഡ് ആൻഡ് FTSE ഓൾ ക്യാപ് ഇൻഡസീസിലേക്ക് വരുന്ന ജൂൺ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ആഡ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. വരുന്ന ജൂലൈ 29 മുതൽ NSE എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെയും നൗമ വെൽത്ത് മാനേജ്മെന്റിനെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സെഗ്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 23,800 എന്ന ശക്തമായ റെസിസ്റ്റൻസ് ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-day EMA നിലകൊള്ളുന്നതും, തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലും പിന്നീട് 24,300 എന്ന ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ 23,800 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ കൺസോളിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ 23,600 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 23,400 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടുമായിട്ട് മാറുകയും ചെയ്തേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 4,440.47 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ശക്തമാക്കിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6,003.53 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമാക്കി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 3.5% ഡോക്ടർ റെഡ്ഡീസിന് 0.25%, HDFC ബാങ്ക് ADRന് 0.5%, ICIC ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസിന് 0.5%, വിപ്രോ ADRന് 1.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ S&P 500ന് 0.5%, നാസ്ഡാക്കിന് 0.5%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ച US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറിലും 0.5%-ലേറെ അഥവാ 288 പോയിന്റുകളുടെ നേട്ടമാണ് പ്രതിഫലിക്കുന്നതും. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും
വെള്ളിയാഴ്ച നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നേട്ടം കൈവരിക്കുവാനായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 3%-അടുത്ത് അഥവാ 1800 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കെൻഡിൽ കണ്ട പോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള സമാധാന കരാർ നിലവിൽ വന്നേക്കുമെന്നുള്ള പ്രതീക്ഷകൾ വന്നതിനെ തുടർന്ന് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 4.25% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $98.58 ക്രൂഡ് ഓയിലിന്റെ വില $91.99 ബാരലിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.25% അഥവാ $55 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും $4,572.37 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.02 എന്ന നിലയിലും മാക്സ് പെയിൻ 23,800 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വെള്ളിയാഴ്ച ഉണ്ടായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA മുകളിൽ മെയ് 4 ശേഷം ആദ്യമായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എങ്കിലും ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. RSIയിലും നേരിയ ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 47.19 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,750 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എനർജി സൊല്യൂഷൻസ്, ഖത്തർ ഹോൾഡിംഗ്സ് അദാനി എനർജി സൊല്യൂഷന്റെ 48 ലക്ഷം ഓഹരികൾ 643 കോടി രൂപയ്ക്ക് വിറ്റു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് അലൂമിനിയ ട്രാൻസ്പോർട്ടേഷൻ വാഗൺ വിതരണത്തിനായിട്ട് വേദാന്ത അലൂമിനിയം മെറ്റൽ ലിമിറ്റഡിൽ നിന്ന് 28.5 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. JK സിമെന്റ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 8.5% വർധനവും രേഖപ്പെടുത്തി. NTPC നെറ്റ് പ്രോഫിറ്റില് 38% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 0.3% നേരിയ ഇടിവും രേഖപ്പെടുത്തി. യാത്ര ഓൺലൈൻ നെറ്റ് പ്രോഫിറ്റില് 1%, റവന്യൂവില് 26% ഇടിവ് രേഖപ്പെടുത്തി. ഗോകുൽദാസ് എക്സ്പോർട്സ് നെറ്റ് പ്രോഫിറ്റില് 146% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 9% വർധനവും രേഖപ്പെടുത്തി. സൂപ്പർ സെയിൽസ് ഇന്ത്യ 4.33 ലക്ഷം രൂപയുടെ GST പിഴ ഈടാക്കാനുള്ള ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റില് 50.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 20.4% വർധനവും രേഖപ്പെടുത്തി. ഐഷ മോട്ടേഴ്സ് പ്രോഫിറ്റില് 11.6%, റവന്യൂവില് 16% വർധനവ് രേഖപ്പെടുത്തി. ഫെഡറൽ ബാങ്ക് മെയ് 23 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ വരുന്ന 3 വർഷത്തേക്ക് ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് ശ്രീ ഏലിയാസ് ജോർജിനെ നിയമിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.